നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഈ വാരം നമ്മൾ കണ്ടത്. വിപണി വീണ്ടും കറക്ഷൻ നേരിടുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നതും കണ്ടു. അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം 17-ാം തീയതി വരാനിരിക്കുകയാണ്. പലിശ വർദ്ധിപ്പിക്കുവാൻ ഫെഡറൽ റിസർവ് തീരുമാനിക്കുമെന്നാണ് അറിയേണ്ടത്. ആഗോള വിപണികൾ എല്ലാം തന്നെ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും ഈ ദിവസത്തെ തീരുമാനമാണ്. ഈ ആഴ്ചയിലെ വിപണി സാധ്യതകൾ നമ്മൾ പരിശോധിക്കാം. അതിനു മുമ്പ് ഭുവനേന്ദ്രൻ ഒരു ചെറിയൊരു കറക്ഷൻ കണ്ടു, പിന്നീട് ഒരു റിക്കവറിയും ചെറിയ തോതിൽ വിപണിയിൽ കണ്ടു. എന്താണ് ഈ സമയത്ത് ഒരു ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം? ലാസ്റ്റ് വീക്ക് ഒരു 300 പോയിന്റ്സിന്റെ വേരിയേഷൻ നിഫ്റ്റിയിൽ നമ്മൾ കണ്ടു. മൺഡേ വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് പ്രഷറോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ രീതിയിൽ തന്നെ വലിയ റിക്കവറിയോ സൈനൊന്നും കണ്ടില്ല. ഒരു അവസരത്തിൽ 7600 ബ്രേക്ക് ചെയ്ത് 7550 വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് വീക്ക് ക്ലോസിംഗ് തന്നെയായിരുന്നു. എന്നാൽ അതിന്റെ റിഫ്ലക്ഷൻ തന്നെ നമ്മൾ ട്യൂസ്ഡേ കണ്ടു. 7538 ലെവൽ വന്നതിന് ശേഷം ട്യൂസ്ഡേയോട് കൂടി മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റിക്കവറി നമ്മൾ കണ്ടു. അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ വെനസ്ഡേ കണ്ടു. ആൻഡ് തേഴ്സ്ഡേയും മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. ഫ്രൈഡേ വീണ്ടും ചെറിയ രീതിയിലുള്ള റിക്കവറി. ഈ സമയത്ത് തന്നെ 8065 മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ് 8060 വരെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് കറക്ഷൻ സംഭവിച്ചത്. 8000 ബിലോ മാർക്കറ്റ് ക്ലോസിംഗ് വന്നു. അപ്പോൾ അടുത്തൊരു മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 8050 അഗൈൻ 60 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയാണ്. ഈ 7600 ഈ ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഒരു 300 പോയിന്റ്സിന്റെ വേരിയേഷൻ വന്നു. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കൊക്കെ തന്നെ ആ മൺഡേ മോർണിംഗ് തന്നെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ, എല്ലാം ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് പോയ ഒരു സമയമായിരുന്നു. എന്നാൽ അതിനുശേഷം എല്ലാ സ്റ്റോക്കിലും എനിക്കൊരു 10% ഗെയിൻ ലഭിച്ചു എന്നാണ് തോന്നുന്നത് ഫ്രൈഡേയോട് കൂടി. കാരണം 2 ദിവസം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി തന്നെയാണ് മാർക്കറ്റ് കണ്ടത്. അതിന് ചൊവ്വാഴ്ചയും നല്ല റിക്കവറി, ബുധനാഴ്ചയും ഉണ്ടായി. എഗെയിൻ വ്യാഴാഴ്ച മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നു. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് FISന്റെ ഒരു ഹ്യൂജ് സെല്ലിംഗ് തന്നെയാണ്. FISന്റെ ഈ ഇത്രത്തോളം സെല്ലിംഗ് വരുമ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമായി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് വീക്ക് വളരെ ബാഡ് ന്യൂസ് വന്നിട്ട് മാർക്കറ്റ് താഴെ പോകുമ്പോഴും ശക്തമായിട്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല സൈൻ തന്നെയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ശക്തമാണ്. FISന്റെ പാർട്ടിസിപ്പേഷൻ കുറവുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു വീക്കായിരുന്നു. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു, അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും സംഭവിച്ചു. അപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്, ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു ക്രൂഷ്യൽ വീക്ക് തന്നെയാണ്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ഫ്രൈഡേ പുറത്തു വന്ന IIP വളരെ ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റ് പ്രതീക്ഷിച്ചാലും വളരെ ബെറ്റർ ആയിട്ടുള്ള IIP 4.2 വന്നത് വളരെ പോസിറ്റീവാണ്. നെക്സ്റ്റ് വീക്ക് വേഗം ഇൻഫ്ലേഷൻ ഫിഗർ പുറത്തു വരും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടി ബെറ്റർ ആവുകയാണെങ്കിൽ ഓൾറെഡി രഘുറാം രാജന്റെ മുകളിൽ ഒരു ഹൈ പ്രഷർ നിലനിൽക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം ഫെഡിന്റെ മീറ്റിംഗിന് ശേഷം ആ തീരുമാനം എടുക്കുമോ, അതിനു മുമ്പ് എടുക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പുറത്തു വരുന്ന ഇൻഫ്ലേഷൻ ബെറ്റർ ആവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ 25 ബേസിസ് പോയിന്റ് പോളിസി റിവ്യൂവിന് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് ചിലപ്പോൾ, കാരണം അത്രത്തോളം പ്രഷർ ഉള്ളത് കൊണ്ട് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ബൂസ്റ്റ് ആയിരിക്കാം. ഇത്തവണ എന്തായാലും ഒരു റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബെറ്റർ IIP, ബെറ്റർ ഇൻഫ്ലേഷൻ കൂടി പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും റേറ്റ് കട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ബെറ്റർ നെക്സ്റ്റ് വീക്ക് വരുന്ന ഇൻഫ്ലേഷൻ ബെറ്റർ ആവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, അത് 25 ബേസിസ് പോയിന്റ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഒരു 50 ബേസിസ് പോയിന്റിന് വരെയുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് ഒരു റൈഡിനുള്ളൊരു കാരണമാകും. ദെൻ 17th ഫെഡ് റേറ്റ് ഹൈക്ക് വന്നാൽ തന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിങ്ങിനുള്ള സാധ്യത വളരെ കുറവ്. കാരണം ലാസ്റ്റ് 2-3 വീക്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 മന്ത് ആയിട്ട് ഫെഡിന്റെ റേറ്റ് ഹൈക്കാണ് മാർക്കറ്റിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓൾറെഡി കുറേ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു മാർക്കറ്റ്. അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ആ ഫെഡിന്റെ റേറ്റ് ഹൈക്ക് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയത്ത് ഫെഡിന്റെ റേറ്റ് ഹൈക്ക് വരാതിരിക്കുകയും ഒരു പോസിറ്റീവ് ഔട്ട്കം വരികയും ചെയ്താൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ഈ ആഴ്ച നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് മേധാവികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു. പൊതുവെ ഒരു ആത്മവിശ്വാസം ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്.
അത് എത്രത്തോളം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്? പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങൾ, വിപണിയിലടക്കമുള്ള ഈ പ്രശ്നങ്ങളുടെ കാരണം ഇന്ത്യയല്ല. ഇന്ത്യ സുരക്ഷിതമാണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു പോകുന്നു, വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടു പോകുന്നു. അത്തരത്തിലൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് ഇവരെല്ലാവരും സംസാരിച്ചത്. അല്ല, അത് ആത്മവിശ്വാസം വരുന്ന രീതിയിൽ ഫിഗർ പുറത്തു വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ ആണെങ്കിലും IIP ആണെങ്കിലും GDP ആണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹം പറയുന്ന രീതി, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ മാക്രോ മൈക്രോ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ രീതിയിൽ കാണുന്നുണ്ട്. അതൊരു സൈൻ. അദ്ദേഹത്തിന്റെ മീറ്റിംഗിന് ശേഷമാണ് മാർക്കറ്റിൽ ഈ റിക്കവറി സംഭവിച്ചും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ 40 MPമാരാണ് ഇന്ത്യയുടെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യിക്കുന്നതെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നു. കാരണം GSTയും ലാൻഡ് അക്വിസിഷൻ ബില്ലൊക്കെ പാസ്സാകേണ്ടത് ആവശ്യമാണ്, റിയൽ സ്പെൻഡിങ് വരെയണം. 40 MPമാരാണ് ഇന്ത്യയുടെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹം വന്നു. അത് പ്രധാനമായിട്ടും GST അതുപോലെ ലാൻഡ് അക്വിസിഷൻ ബില്ല് പാർലമെന്റിൽ ഇത് പാസ്സാവുന്നില്ല, കാരണം രാജ്യസഭയിൽ മെജോറിറ്റി ഇല്ല. അതാണ് ഒരു പരിധിവരെ മാർക്കറ്റിന്റെ ഷാർപ്പായുള്ള കറക്ഷന്റെ റീസൺ തന്നെ. ഈ പോളിസി ഡിസിഷൻസ് ഒന്നും ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്നില്ല. അത് ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്ന സ്വാഭാവികമായിട്ടും അതും BJPക്ക് പ്രതീക്ഷ ഉള്ളതാണ്. അത് എത്രത്തോളം ആവും നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ അതെല്ലാം മാർക്കറ്റിനെയും ബാധിച്ചേക്കാം. അല്ല, തീർച്ചയായിട്ടും. കാരണം ബീഹാർ ഇലക്ഷൻ നേരത്തെ ഡൽഹി ഇലക്ഷൻ പോലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ്. കാരണം ഈ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് November 10 എനിക്ക് തോന്നുന്നത്. ആ ബീഹാർ ഇലക്ഷൻ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഇന്ത്യയുടെ തന്നെ ഭാവി നിശ്ചയിക്കുന്ന, BJPയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷൻ തന്നെയായിരിക്കും. കാരണം ഒന്ന്, രാജ്യസഭയിൽ മെജോറിറ്റി കിട്ടണം. അപ്പോൾ ആ ഇലക്ഷൻ കഴിയുന്നു, അത് തീർച്ചയായിട്ടും ഈ പോളിസി ഡിസിഷനുമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള എനർജി BJP ഗവൺമെന്റിനെ സംബന്ധിച്ച് കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതിനുശേഷം ബംഗാൾ ഇലക്ഷൻ വരും. ദെൻ സ്വാഭാവികമായിട്ടും നമ്മൾ കേരളം അതുപോലെ തമിഴ്നാട്. ഈ കേരളം തമിഴ്നാടൊന്നും അത്രത്തോളം ഇലക്ഷൻ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നവംബർ ഇലക്ഷൻ വലിയ പോളിസി ഡിസിഷൻ വരില്ല. ദെൻ അതിനുശേഷം ബംഗാൾ ഇലക്ഷൻ. അടുത്ത മാർച്ച് വരെ മാർക്കറ്റിൽ വലിയ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവിനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇലക്ഷൻ, ബീഹാർ ഇലക്ഷൻ BJPക്ക് അനുകൂലമാവുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വരും മാസങ്ങളിൽ വരാനിരിക്കുന്ന ഇലക്ഷനൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചും സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചും അത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു ക്രൂഷ്യൽ തീരുമാനങ്ങൾ തന്നെ ആയിരിക്കും. രാഷ്ട്രീയവും ഭരണവും വിപണിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യമാണ് ഭുവനേന്ദ്രൻ ഇപ്പോൾ വിശദീകരിച്ചത്. നമുക്ക് മാർക്കറ്റ് വാച്ചിൽ ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കാൻ ലഭിച്ച അമേരിക്കയിൽ പരിശോധിക്കാം. ശ്രീ ഹാരിസ് നമയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. 9 സ്റ്റോക്കുകൾ: കെയ്ൻ ഇന്ത്യ, ഫിനാൻഷ്യൽ ടെക്നോളജി, ഭൂഷൺ സ്റ്റീൽ, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ, അലംബിക്, SR ഓയിൽ, അദാനി എന്റർപ്രൈസസ് ആൻഡ് IVRCL. ഈ പോർട്ട്ഫോളിയോ അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ അല്ല. ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് നല്ല പ്രൊമോട്ടേഴ്സിന് നല്ല വാല്യുവേഷൻ, നല്ല ഫൈനാൻഷ്യൽസ് ഉള്ള കമ്പനികളുടെ സ്റ്റോക്കിന്റെ പാർട്ടാകുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് 1 month ആയിട്ട് തന്നെ മാർക്കറ്റ് വാച്ച് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. എനിക്ക് ആ സ്റ്റോക്ക് നോക്കി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ കെയ്ൻ ഇന്ത്യ ഇപ്പോഴും ഒരു നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. മാനേജ്മെന്റ് പല ഡിസിഷൻസും എടുക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും പ്രാക്ടിക്കലായിട്ട് സ്റ്റോക്കിന്റെ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്നില്ല. അഗൈൻ 130 ആണ് വാല്യുവേഷൻ. ഈ സ്റ്റോക്കിന്റെ ഫെയർ ആണ്, അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു കെയ്ൻ ഇന്ത്യയിൽ അഡ്വൈസബിൾ അല്ല. കാരണം എത്രയോ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഡീപ്പ് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. കാരണം ഇതിന്റെ മൊമെന്റം വളരെ ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുന്നവർക്ക് ഈ സ്റ്റോക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അതുപോലെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഫിനാൻഷ്യൽ ടെക്നോളജിയാണ്. നമുക്കറിയാം വളരെയധികം നെഗറ്റീവ് ന്യൂസ് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇദ്ദേഹം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ അല്ല. 100 ആണ് ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ വരാവുന്ന സപ്പോർട്ട്. ദെൻ 90 രണ്ട് ലെവലാണ്. ദെൻ 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഭൂഷൺ സ്റ്റീലാണ്. ദെൻ ഹ്യൂജ് ഡെറ്റ്, ബാങ്കുകൾ അതിൻ്റെ റീസ്ട്രക്ചറിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു റീസ്ട്രക്ചറിങ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാം. പക്ഷേ റിസ്ക് എടുത്ത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. കാരണം 750 നിന്ന് വലിയ ഷാർപ്പായിട്ടുള്ള ഡ്രോപ്പ് വന്ന് ആ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഹ്യൂജ് ലോസ് നൽകിയ സ്റ്റോക്കാണ്. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ദെൻ നാൽക്കോ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അദ്ദേഹത്തിന് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 30 and 28 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 45 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന
റെസിസ്റ്റൻസ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് നാൽക്കോ. ദെൻ ഹിന്ദുസ്ഥാൻ കോപ്പർ ഫണ്ടമെന്റലി സൗണ്ടാണ്, വാല്യുവേഷന് ഫെയർ ആണ്. 50 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ദെൻ 44 ആണ് സെക്കൻഡ് സപ്പോർട്ട് ലെവൽ, 62 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ അലംബിക് ഫാർമ ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്, 35 ആൻഡ് 28 രണ്ട് സപ്പോർട്ട് ലെവൽ, 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ SR ഓയിലാണ് 170 ആൻഡ് 140. ഈ സ്റ്റോക്കൊന്നും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കല്ല. കാരണം അതിൻ്റെ റീസൺ ഇപ്പോഴും വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. 210 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി എൻ്റർപ്രൈസസ് ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. ഇതൊരു റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഷെയറെ സംബന്ധിച്ച് 60 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ്, ദെൻ 54 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ IVRCL ആണ്. IVRCL ഒക്കെ നമുക്കറിയാം, ഇതിനു മുമ്പ് വലിയ വലിയ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. കാരണം ഹ്യൂജ് ഡെറ്റ്, ഇപ്പോഴത്തെ സ്പെൻഡിങ്, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഇല്ല, ഇതൊക്കെ തന്നെ കമ്പനികളെ വളരെ നെഗറ്റീവായിട്ടുള്ള സോണിലേക്ക് മൂവ് ചെയ്യിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഒരു റിസ്ക് എടുത്ത് ഒരു 6 റുപ്പീസിൽ അവൈലബിൾ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള ആ ഒരു ഡിസിഷൻ അവർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ഈ IVRCL ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളൊന്നും തന്നെ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളില്ല. ഇദ്ദേഹം ഒന്നുകൂടെ സ്വിച്ച് ചെയ്ത് ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഇപ്പോൾ മാരുതി, ടാറ്റ മോട്ടോഴ്സൊക്കെ തന്നെ ഏറ്റവും ഒരു ഗ്ലോബൽ കമ്പനിയാണ്. കാരണം അവർ ചൈനയിലുണ്ടായിരിക്കുന്ന ക്രൈസിസ് ഒക്കെ തന്നെ ഇവരെ ഗ്ലോബൽ സെയിൽസിനെ എഫക്റ്റ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ കണ്ടു. എനിക്ക് തോന്നുന്നു 300 ലെവൽ വരെ മൂവ് ചെയ്തതിന് ശേഷം ചെറിയ റിക്കവറി പാതയിലാണ്. അതുപോലെ ആ സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെ എത്രയോ നല്ല സ്റ്റോക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല റെക്കമെൻഡേഷൻസ് നൽകിയിട്ടുണ്ട്. ആ സ്റ്റോക്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ആംടോ ഓട്ടോയാണ്. അത് വളരെ ഷാർപ്പായുള്ള സെല്ലിംഗ് നടന്നു. അതിനുശേഷം ഫ്രൈഡേയോടുകൂടി 75 crore പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ത്രൂ പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ള ന്യൂസ്. 57% ഫ്രൈഡേ ആ സ്റ്റോക്കിൽ റിക്കവറി കണ്ടു. റിസ്ക് എടുത്ത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. കാരണം വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. തൽക്കാലം ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകർ ആ സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകാം. രമ്യ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത്. അതനുസരിച്ചുള്ള പോർട്ട്ഫോളിയോ ആണ് രമ്യ നൽകിയിരിക്കുന്നത്. പക്ഷേ രമ്യ ഇത്തവണ വലിയ നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. ഏത് സ്ട്രാറ്റജിയാണ് ഈ സമയത്ത് എടുക്കേണ്ടതെന്നാണ് അവർക്ക് അറിയേണ്ടത്. ടെക് മഹീന്ദ്ര, KPIT, JSPL, വേദാന്ത, ടാറ്റ പവർ, ടാറ്റ മോട്ടോഴ്സ്, SIB, ട്രൈഡൻ, സുവൻ ലൈഫ് എന്നീ സ്റ്റോക്കുകളാണ് രമ്യയുടെ കൈവശമുള്ളത്. ഇതിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ബോട്ടം ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അനലൈസ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ. പിന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കുറച്ചുകൂടെ ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഇതിൽ ടെക് മഹീന്ദ്ര ഒരു കാരണവശാലും രമ്യയുടെ ഫിയറിൻ്റെ ആവശ്യമില്ല. കാരണം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കും. അടുത്തൊരു 6 months മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഫെയർ വാല്യൂവിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ സ്റ്റോക്ക് ആവറേജ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫിയറിൻ്റെ ആവശ്യമില്ല. പക്ഷേ പോർട്ട്ഫോളിയോ ഒന്നും കൂടെ റീസ്ട്രക്ചർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 470. ഈ രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 580 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ KPIT ആണ്. ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. ഈ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 95 ആൻഡ് 86 രണ്ട് സപ്പോർട്ടാണ്. 115 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ JSPL ആണ്. JSPL എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഹ്യൂജ് ലോസ് സമ്മാനിച്ചൊരു സ്റ്റോക്കാണ്. കോൾ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. ഇപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. കാരണം സ്വിച്ച് ചെയ്ത് വേറെ സ്റ്റോക്കിലേക്ക് മാറേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ ഓവറോൾ റിക്കവറി സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കിലും അതിനുള്ള റിഫ്ലക്ഷൻ നമുക്ക് കാണാം. 55 ആൻഡ് 48 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വേദാന്തയാണ്. സെയിം സെക്ടറാണ്. എല്ലാം തന്നെ വലിയൊരു ബീറ്റൻ ഡൗൺ സ്റ്റോക്കാണ്. 80 ആൻഡ് 70 വേദാന്ത രണ്ട് സപ്പോർട്ട് ലെവലാണ്. 125 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ പവർ 55 ആൻഡ് 46 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് 320, 300, 390 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 19 ആൻഡ് 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 24 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ തന്നെ 2 ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നമ്മൾ കണ്ടത്. ദെൻ ട്രൈഡൻ്റ് ആണ്. 30 ആൻഡ് 22 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 41 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ സുവൻ ലൈഫ് സയൻസ് ആണ് 200, 180 സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അഗെയിൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നമുക്ക് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം എല്ലാ സ്റ്റോക്കുകളും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ നേരിട്ട സ്റ്റോക്കാണ്. അപ്പോൾ ഒന്ന് അടുത്ത സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ നടത്താതെ ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഈ സ്റ്റോക്ക് ആസച്ച് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ ടെക് മഹീന്ദ്ര, KPIT, അതുപോലെ ടാറ്റ മോട്ടോഴ്സ്, സുവൻ ലൈഫ് സയൻസ് ഈ സ്റ്റോക്കിൽ SIP കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റ് സ്റ്റോക്ക് കൂടെ SIPക്ക് പരിഗണിക്കുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാല്യൂ ആവറേജിംഗ് ആണ്. അത് കുറച്ച് ടൈം ഫ്രെയിം 5 to 10 years എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡോട് കൂടി മാത്രമേ അതിൻ്റെ വലിയ റിട്ടേണിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ലോസിൽ ഒരു കാരണവശാലും രമ്യ ഫിയറിൻ്റെ ആവശ്യമില്ല. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ അടുത്ത കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത മെയിലിലേക്ക് പോകുന്നു. ശ്രീ ശ്യാംലാൽ, അദ്ദേഹത്തിന്റെ കൈവശം JP പവർ, വേദാന്ത, റിലയൻസ് ക്യാപിറ്റൽ, ജെയിൻ ഇറിഗേഷൻ, കെയിൻ ഇന്ത്യ. ഇതിൽ 3 സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. JP പവർ വാല്യുവേഷൻ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന വിഷയവരെ സംബന്ധിച്ച് അതിന് ഹ്യൂജ് ഡെറ്റാണ്. ആ ഗ്രൂപ്പ് എല്ലാം തന്നെ ഒരു ക്രൈസിസിലാണ്. 5 rupees ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 3.9 ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കുന്നില്ല. റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാർക്കറ്റിൽ ഓവറോൾ റിക്കവറി സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ദെൻ റിലയൻസ് ക്യാപിറ്റൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഷാർപ്പായിട്ടുള്ള കറക്ഷൻ, കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 50% കറക്ഷൻ നേരിട്ടു. 300 and 270. ഈ സ്റ്റോക്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 6 to 9 months ടൈം ഫ്രെയിമോട് കൂടി മാത്രമേ അഗൈൻ ഒരു 500 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ റിക്കവറിക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് തുടരുന്നത് തന്നെയാണ് നല്ലത്. 300 and 270 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 400 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജെയിൻ ഇറിഗേഷൻ ഇപ്പോഴത്തെ രീതിയിൽ മൺസൂൺ മോശമായതൊക്കെ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. 55 and 47 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 47 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും മാർക്കറ്റിൽ ഏതെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ആ ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസിഷൻ വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള ഒരു അപ്മൂവിന് കാരണമാകും. ദെൻ 17 ഫെഡിന്റെ തീരുമാനം നെഗറ്റീവോ പോസിറ്റീവ് ആയാലും മാർക്കറ്റിൽ അത് വോളറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ എല്ലാം തന്നെ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെക്നിക്കലി എങ്ങനെ കാണാം? വളരെ പെട്ടെന്ന് ടെക്നിക്കലി 7600 ഇപ്പോൾ ബ്രേക്ക് ചെയ്ത സാഹചര്യത്തിൽ 7400 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. 8050-60 എന്ന് പറയുന്ന ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞ അതേ റെസിസ്റ്റൻസ്, ആ ലെവൽ ബ്രേക്ക് ഏതെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ 8060 ബ്രേക്ക് ചെയ്താൽ 8060 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ ഒരു 200 പോയിന്റ്സിൻ്റെ റൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ വരുന്ന വീക്ക് ആയതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മാസം 17 വൈകിട്ടാണ് രാത്രി ഇന്ത്യൻ സമയം ഏകദേശം 11 മണിക്ക് ശേഷമായിരിക്കും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വരിക. ആഗോളതലത്തിൽ തന്നെ വിപണികൾ കാത്തിരിക്കുന്നതും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുമെന്നാണ്. വരുന്നയാഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായിരിക്കുമെന്നാണ് മാർക്കറ്റ് വാച്ചിലൂടെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. മാർക്കറ്റ് വാച്ച് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ക്രിയസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.